സച്ചിൻദാസ് മാത്സ് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രണ്ട് വീഡിയോസ് ചെയ്തു ആൾജിബ്ര ബേസ് ചെയ്തിട്ട് അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിൽ. അപ്പോൾ അതിൽ രണ്ടിലും നമ്മൾ ബൈനറി ഓപ്പറേഷൻ എന്താണെന്നാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. ബൈനറി ഓപ്പറേഷനും ടൈപ്പ് ഓഫ് ബൈനറി ഓപ്പറേഷനുമാണ്. അങ്ങനെ രണ്ട് വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേ. ഇനി മൂന്നാമത്തെ വീഡിയോയിൽ ഐസോമോർഫിക് ബൈനറി സ്ട്രക്ചേഴ്സ് എന്താണ് ഐസോമോർഫിസം, എന്താണ് ഹോമോമോർഫിസം പ്രോപ്പർട്ടിയിൽ പറയുന്നത്, അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ തന്നിരിക്കുന്നത്, ഡെഫിനീഷൻ പറയുന്നതിന് മുമ്പ് എന്താണ് തന്നിരിക്കുന്നത്, നമുക്ക് ടെസ്റ്റിൽ തന്നിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ കമ്പയർ ബൈനറി സ്ട്രക്ചേഴ്സ്. ഏതൊക്കെ ബൈനറി സ്ട്രക്ചേഴ്സ് തന്നിരിക്കുന്നത്? കുറച്ച് ബൈനറി സ്ട്രക്ചേഴ്സ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ട്. എസ് ആദ്യം സെറ്റ്, എസ് സ്റ്റാർ, അങ്ങനെ എക്സ് സ്റ്റാർ ഡാഷ്, ഡോട്ട് പ്രൊഡക്റ്റ്, ഡോട്ട് ഡാഷ്, അങ്ങനെ കുറച്ച് ബൈനറി സ്ട്രക്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്താണ് ബൈനറി സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്? അത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ് ബൈനറി സ്ട്രക്ചേഴ്സ് എന്ന്, ഇങ്ങനെ എഴുതുന്നതിനെയാണ് ബൈനറി സ്ട്രക്ചേഴ്സ് എന്ന് പറയാം. കൂടുതലൊന്നുമില്ല, കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ നോക്കാം, അതിൽ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതവിടെ വെക്കട്ടെ, നമുക്ക് ഇതിലേക്ക് വരാം. എസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെറ്റാണ്, എ ബി സി ആണ്. ടി എന്ന് പറയുന്നത് വേറെ സെറ്റാണ്, 1 2 3 ആണ്. എക്സ് എന്ന് പറയുന്നത് വേറെ സെറ്റാണ്, എക്സ് വൈ സെഡ് ആണ്. അങ്ങനെ 3 സെറ്റുകൾ തന്നിട്ടുണ്ട്, ഒരു ബൈനറി സ്ട്രക്ചേഴ്സിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കതിൽ തന്നിരിക്കുന്നത് ടേബിൾസ് ആണ്. എത്ര ടേബിൾസ് ഉണ്ട്? 6 ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ടേബിളിൽ എന്താ, ആദ്യത്തെയും രണ്ടാമത്തെയും ടേബിളിൽ എന്താ പറയുന്നത് നോക്കാം. ആദ്യത്തെ ടേബിളിൽ നമുക്ക് എ ചെയ്യുമ്പോൾ സി, അങ്ങനെ ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട് അല്ലേ. സിമ്പിൾസൊക്കെ ഒന്ന് നോക്കുക. എ ചെയ്യുമ്പോൾ സി ആണ്, അതുപോലെ എ ബി സി ചെയ്യുമ്പോൾ എ ആണ്. അങ്ങനെ എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കുക. അതിനുശേഷം ടേബിൾ 2 കൂടി നോക്കാം, ടേബിൾ 2 കൂടി നോക്കാം. അതിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ടേബിൾ 1ഉം ടേബിൾ 2ഉം നമ്മൾ നോക്കുമ്പോൾ ഈ സി എന്തിലേക്ക് കൊടുക്കുക? 3 ആക്കി എടുക്കുക. സി എന്ന് പറയണത് എന്തിലേക്ക് കൊടുക്കുക? സി ആയിട്ട് എടുക്കുക. അതുപോലെ എ എന്ന് പറയണത് എന്താക്കുക? 1 ആക്കുക. ഇനി ബി എന്ന് പറയുന്നത് 2 ആക്കുക. അപ്പോൾ സി ഉള്ളിടത്ത് ഇവിടെ എന്ത് വരണം? ഇനി 3 വരണം. സി ഉള്ളിടത്ത് 3 വരണം, ശരിയല്ലേ. ഇനി അതുപോലെ 2 എ ഉള്ളിടത്ത് 1 വരും, എ ഉള്ളിടത്ത് എന്ത് വരും? 1 വരും, ബി ഉള്ളിടത്ത് 2 വരും. അങ്ങനെ അപ്പോൾ എയും ബി ടേബിൾ 1ഉം ടേബിൾ 2ഉം കൂടി നോക്കുമ്പോൾ എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ? അതിൻ്റെ സിമ്പിൾസിന് മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലേ. അതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന സിമ്പിൾസിന് മാത്രമേ എന്തുള്ളൂ? മാറ്റമുള്ളൂ. അപ്പോൾ ദ 2 tables differ only in a symbols denoting the elementsനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾസിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ ഓപ്പറേഷൻസും എന്തുണ്ട്? വ്യത്യാസമുണ്ട്, അല്ലാതെ വേറെ വ്യത്യാസമുണ്ടോ? ഇല്ല. ഇനി അടുത്ത ടേബിൾ നോക്കുക. അടുത്ത ടേബിളിലും ഇതേപോലെ തന്നെ ടേബിൾ 1ഉം ടേബിൾ 3ഉം നമുക്ക് കൺസിഡർ ചെയ്യുമ്പോഴും ഇതേ രീതി തന്നെയല്ലേ. സി ടേബിൾ 1ഉം 2ഉം നമ്മൾ നോക്കിയ പോലെ ഇനി എന്ത് ചെയ്യുക? ടേബിൾ 3ഉം 4ഉം കൂടി നോക്കുക. അതിലെന്താ വ്യത്യാസം? എക്സ്, ഇവിടെ എക്സ് ആണ്, ഇവിടെ സെഡ്, ഇവിടെ എക്സ് ആണ്, ഇവിടെ എന്താ എടുക്കുന്നത്? സെഡ് ആണ്. ഇവിടെ വൈ ആണ്, ഇവിടെ വൈ ആണ്. സെഡ് ആണ്, എക്സ് ആണ്. പക്ഷേ എന്തായാലും വ്യത്യാസം സിമ്പിൾസ് മാത്രമല്ലേ വ്യത്യാസമുള്ളൂ, വേറെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ലല്ലോ. എക്സും എക്സും, അതുപോലെ സെഡ് വൈ, അതുപോലെ സെഡ്. ഈ ഡയഗണൽ മൊത്തം എക്സ്, ഈ ഡയഗണൽ മൊത്തം സെഡ്. അപ്പോൾ സിമ്പിൾ ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ എ ഉള്ളിടത്ത് ഇപ്പം എ ഫസ്റ്റ് ടേബിളായിട്ട് കൺസിഡർ ചെയ്ത് നോക്കിയാൽ അപ്പോൾ എ ഉള്ളിടത്ത് എന്ത് വന്നിട്ടുണ്ട്? എ ഉള്ളിടത്ത് വൈ വന്നിട്ടുണ്ട്, ബി ഉള്ളിടത്ത് എക്സ് വന്നിട്ടുണ്ട്, സി ഉള്ളിടത്ത് സെഡ് വന്നിട്ടുണ്ട്. ഇവിടെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ റീപ്ലേസ് ചെയ്യണത് എന്താ? ആ സിമ്പിൾസ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അല്ലേ. ഇനി പക്ഷെ നേരെ മറിച്ചിട്ട് നമ്മൾ ടേബിൾ 5ലേക്ക് പോകുമ്പോൾ ടേബിൾ 5 നോക്കുമ്പോൾ അവിടെ എന്താ വ്യത്യാസം? എല്ലാം ബി ആണല്ലേ. ടേബിൾ 5 6 നോക്കുമ്പോൾ ടേബിൾ 5ഉം 6ഉം നോക്കിയപ്പോൾ എന്താ മനസ്സിലാവുന്നത്? ടേബിൾ 5ലെ സ്ട്രക്ചറലി ഡിഫറെൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. എന്തിനെ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ? ടേബിൾ 1നെ നോക്കുമ്പോൾ, ടേബിൾ 1 നോക്കുമ്പോൾ ടേബിൾ 5ഉം ടേബിൾ 6ഉം സ്ട്രക്ചറലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ടേബിൾ 5ലെ ആകെ ഒരു സിംഗിൾ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, അതായത് ബി മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അടുത്തത് ടേബിൾ 6ൽ നോക്കുമ്പോൾ ഡയഗണൽ എന്ന് പറയുന്നത് ഈ ഡയഗണൽ
തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഡയഗണലിൽ എങ്ങനെ ഉണ്ടാവും അപ്പർ ലെഫ്റ്റ് ടു ലോവർ റൈറ്റിലേക്കാണ് അല്ലേ. അങ്ങനെയാണ് ആ ഡയഗണലിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ടേബിൾ 1 കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് മാറ്റം. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ടേബിൾ 1, ടേബിൾ 2, ടേബിൾ 3, ടേബിൾ 4 വരെയുള്ളത് എന്താണ് ഏകദേശം ഒരേ രീതിയാണ്, സിമ്പിൾസ് മാത്രമേ ഉള്ളൂ വ്യത്യാസം അല്ലേ. അത് എന്താണെന്ന് പറയാം, സ്ട്രക്ചറലി ലൈക്കാണ് അല്ലേ. സ്ട്രക്ചറലി 1, 2, 3, 4 എന്ന് പറയുന്നത് ആസ് ബീയിങ് സ്ട്രക്ചറലി ലൈക്കാണ്, സ്ട്രക്ചറലി ലൈക്കാണ് കേട്ടോ. ഇനി എന്ത് പറയാൻ പറ്റും, ഇൻ ഓർഡർ ഫോർ 2 ബൈനറി സ്ട്രക്ചേഴ്സ്. ഇവിടെ നമുക്ക് 2 ബൈനറി സ്ട്രക്ചേഴ്സ് കാണാൻ സാധിച്ചു. ഒന്ന് സ്റ്റാർ ആണെങ്കിൽ ഒന്ന് സ്റ്റാർ ഡേഷ് ആണെന്ന് എടുക്കുക. ഒന്ന് സ്റ്റാറും ഒന്ന് സ്റ്റാർ ഡേഷും ആണ്. ഇപ്പോൾ ടേബിൾ 1 ഇത് ടേബിൾ 2 അല്ലേ. അപ്പോൾ ഇത് സ്റ്റാറും ഒന്ന് സ്റ്റാർ ഡേഷും ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് എസ് എന്ന് പറയുന്ന സെറ്റിലാണ്. അപ്പോൾ അതിൻ്റെ ബൈനറി സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത് ഇതുപോലെയല്ലേ ഇരിക്കുക. ഓക്കെ, അപ്പോൾ രണ്ടും ഏകദേശം ലൈക്കാണ്. സിമ്പിൾസ് മാത്രമേ ഉള്ളൂ വ്യത്യാസം, എലമെൻസിൻ്റെ സിമ്പിൾസ് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ അതിൻ്റെ ബൈനറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും, എസ്സും സ്റ്റാറും, എസ് സ്റ്റാർ ഡാഷും ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ഇനി അതുപോലെ ബി സ്ട്രക്ചറലി ലൈക്കാണ് ഇൻ സെൻസ് വി ഹാവ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, മുന്നേ ഡിസ്ക്രൈബ് ചെയ്തില്ലേ നമ്മളിപ്പോൾ. വി വുഡ് have to have a 1-1 correspondence between elements s and s dash such that for any x, y belongs to s. ഏതൊരു എസ് നമ്മളിപ്പോൾ സി എടുത്ത അല്ലേ വേണ്ട, എക്സും വൈയും എവിടെ നിന്ന് എടുക്കണു, എസ്സിൽ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എടുത്താലും ഏത് സെറ്റ് ഇത് വേണം എസ് ഡാഷ് ആണ് കേട്ടോ. ഏത് എസ് എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എടുത്താലും എക്സ് ഡാഷും വൈ ഡാഷും എന്തിലുണ്ടായിരിക്കും, എസ് ഡാഷിൽ ഉണ്ടായിരിക്കും. എന്നാൽ എക്സ് എന്ന് പറയുന്നത് എന്തിലേക്ക് പോവും, എക്സ് ഡാഷിക്ക്. അതുപോലെ വൈ എന്ന് പറയുന്നത് എന്തിലേക്ക് പോവും, വൈ ഡാഷിക്ക്. അങ്ങനെ ഒരു എന്തുണ്ട്, 1-1 മാപ്പിംഗ് ഉണ്ട്. നമ്മളിവിടെ സി എടുത്തപ്പോൾ സി എന്തിലേക്ക് പോകുന്നുണ്ട്, 1ക്ക്. അതുപോലെ എ എടുത്തപ്പോൾ എ എന്തിലേക്ക് പോകുന്നുണ്ട്, 1ക്ക്. സി 3ക്ക്, എ 1ക്ക്. പിന്നെ ബി എന്ന് പറയണത് 2ലേക്ക്. അങ്ങനെ നമ്മൾ എവിടെ നിന്ന് എടുത്തു, എസ് എന്ന് പറയുന്ന സെറ്റിലത്തെ എലമെൻറ്റ്സ് ആണ് ഇതൊക്കെ, സ്റ്റാർ ഓപ്പറേഷൻ. അതുപോലെ ഇവിടെ എസ് ഡാഷ് എന്ന് പറയുന്ന എലമെൻറ്റ്സ് ആണ് എന്ത് ഓപ്പറേഷൻ, സ്റ്റാർ ഡാഷ് ഓപ്പറേഷൻ. അപ്പോൾ അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അവിടെ ഒരു 1-1 ആണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ സിമ്പിൾസ് മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് സ്റ്റാർ വൈ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതുകൊണ്ട് തെറ്റുണ്ടോ, ഇല്ലല്ലോ. ഇനിയുള്ള കേസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ് ഡാഷിന് ഞാൻ എന്ത് കൊടുക്കാം, ഫൈ ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലേ. ഫൈ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ, ഫൈ എന്ന് പറയുന്നത് എന്താണ്, ഫങ്ഷനാണ്. 1-1 ആണ്. ഓക്കെ, 1-1 ആണ്. അതുപോലെ 1-2 ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഫങ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ 1-1 ആണ്, മാപ്പിംഗ് ഉണ്ട്. എവിടെ നിന്ന് എവിടേക്ക്, എസ്സിൽ നിന്ന് എസ് ഡാഷിക്ക്. ഇനി ആൽജിബ്രിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഫൈ ഓഫ് എക്സ് എന്ന് എഴുതിക്കൂടെ, എഴുതാലോ. എക്സിൽ നിന്ന് എക്സ് ഡാഷിക്കാണ്. അപ്പോൾ x2 ഏത് ഫങ്ഷനാണ്, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഡാഷിനെ എഫ് അല്ല ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഫൈ ഓഫ് എക്സ് എന്ന് എഴുതിക്കൂടെ, അത്രയേ ഉള്ളൂ. ഇനി അതുപോലെ വൈ ആണ്, y2 വൈ ഡാഷ് എന്ന് പറയുന്നതും ഫൈയിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഫൈ ഓഫ് വൈ ഈസ് ഈക്വൽ ടു വൈ ഡാഷ് എന്ന് എഴുതാം. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, മാറ്റിയെടുക്കാം. ഫൈ ഓഫ് എക്സ് സ്റ്റാർ ഡാഷ് ഫൈ ഓഫ് വൈ, ഇവിടെ ഫൈ ഓഫ് എക്സ് സ്റ്റാർ വൈ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് എന്താ, കൺക്ലൂഷൻ എന്താ, ഇത് പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് സ്റ്റാർ ഡാഷ് ഫൈ ഓഫ് വൈ എന്ന് നമുക്ക് കിട്ടും. ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ്പ്രസ് ചെയ്യുന്നത് എന്തായിരിക്കും, ഫൈ ഓഫ് എക്സ് സ്റ്റാർ വൈ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് സ്റ്റാർ ഡാഷ് ഫൈ ഓഫ് വൈ എന്നായിരിക്കും. ഇനി ഇതിൻ്റെ ഡെഫിനീഷൻ, ശരിക്കും ഡെഫിനീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം, ഇതാണ് എഴുതേണ്ടത്. ഏത് നമ്മളിപ്പോൾ പറയാൻ പോകുന്നതാണ് എഴുതേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ലെറ്റ് എസ്
star and s dash star dash be two binary algebraic structures. എസ്സും എസ് സ്റ്റാറും അതുപോലെ എസ് ഡാഷ് എസ് സ്റ്റാർ ഡാഷും രണ്ട് ബൈനറി സ്ട്രക്ചേഴ്സാണ്, ആൾജിബ്രിക് സ്ട്രക്ചേഴ്സാണ്. ഐസോമോർഫിസം ഓഫ് എസ് വിത്ത് എസ് ഡാഷ് ഈസ് വൺ ഫങ്ഷൻ മാപ്പിംഗ് എസ് ഓൺ ടു എക്സ് ഡാഷ്. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് ആണ്, വൺ ഫങ്ഷനാണ്. മാപ്പിംഗ് എവിടെ നിന്ന് എവിടേക്ക്? ഓൺ ടു ആണ്. എസ് ഓൺ ടു എസ് ഡാഷ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഫൈ ഓഫ് എക്സ് സ്റ്റാർ വൈ ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് സ്റ്റാർ ഡാഷ് ഫൈ ഓഫ് വൈ എന്ന് പറയാം. എക്സും വൈയും എവിടെ നിന്ന് എടുക്കണം? എസ് എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എടുക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ച് വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. സ്റ്റെപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം. ഇനി ഇവിടെ എന്തുണ്ട്? ഒരു മാപ്പ് ഫൈ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഒരു ഫങ്ഷൻ അവിടെ ഉണ്ട് എന്ന്. ബാക്കി ഇവിടെ എന്ത് പറയുന്നത്? എസും എസ് ഡാഷും എന്താ? ഐസോമോർഫിക് ബൈനറി സ്ട്രക്ചേഴ്സ്. ഇനി വി ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എസ് ഡാഷ് എന്നുള്ള രീതിയിലാണ് ഡിനോട്ട് ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് ഐസോമോർഫിക്സ് ആണ്. ഈ ഐസോമോർഫിസം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പ്രോപ്പർട്ടി ഉപയോഗിക്കും? ഹോമോമോർഫിസം പ്രോപ്പർട്ടി ഉപയോഗിക്കും. എന്ത് പ്രോപ്പർട്ടിയാണ്? ഹോമോമോർഫിസം പ്രോപ്പർട്ടി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വയ്ക്കുക. ഇനി ഹോമോമോർഫിസം പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇത് ഐസോമോർഫിസം ആണോ എന്ന് നോക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു റിമാർക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു ഐസോമോർഫിക് ആണെന്ന് കാണിക്കാൻ കുറച്ച് സ്റ്റെപ്പുകളുണ്ട് എന്നാണ് റിമാർക്കിൽ പറയുന്നത്. ഏതൊക്കെ സ്റ്റെപ്പുകളാണ് നോക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈൻ ദി ഫങ്ഷൻ ഫൈ ദാറ്റ് ഗീവ്സ് ദി ഐസോമോർഫിസം ഓഫ് എസ് വിത്ത് എസ് ഡാഷ്. This means that we have described in some fashion what phi of s is every s എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കണം? എസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ എസ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എസ് എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എടുത്താൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും? ഫൈ ഓഫ് എസ് എന്നുള്ള രീതിയിൽ എഴുതാൻ സാധിക്കും. ഇനിയുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റത്തെ ഓക്കെ സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പിലെ ഷോ ദാറ്റ് നമുക്ക് ആ ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ വൺ ആണെന്ന് കാണിക്കണം. വൺ ആണെന്ന് കാണിക്കാനുള്ള കണ്ടീഷനൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഫൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് വൈ എന്ന് പറയുന്നത് കാണിക്കുക. ഇനി എക്സ് ഈക്വൽ ടു വൈ ആണ് അല്ലേ? എക്സ് ഈക്വൽ ടു വൈ ആണ് കാണിക്കുക. ഇനി രണ്ടാമത്തത് അത് ഓൺ ടു ആണെന്ന് കാണിക്കണം. എന്നുണ്ടെങ്കിൽ എസ് ഡാഷ് എവിടെ ഉണ്ടായിരിക്കും? എക്സ് ഡാഷ് എന്ന് പറയുന്ന സെറ്റിലുണ്ടായിരിക്കും. എസ് എവിടെ ഉണ്ടായിരിക്കും? എസ് എന്ന് പറയുന്ന സെറ്റിലുണ്ടായിരിക്കും. നമുക്ക് ആദ്യം കാണിക്കേണ്ടത് ഫൈ ഓഫ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? എന്ന് കാണിക്കണം? എസ് ഡാഷ് ആണെന്ന് കാണിക്കണം അല്ലേ? ശരിയല്ലേ? ഇപ്പോൾ എസ് ടു എസ് ഡാഷ് ആണ് ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് ഈ രീതിയിലാണ്. അപ്പോൾ ഫൈ ഓഫ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എസ് ഡാഷ് ആയിരിക്കണം. ഓൺ ടു എന്ന് പറയാം, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മളിപ്പോൾ പറഞ്ഞ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് എഴുതിയത്. അപ്പോൾ ഈ ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പോൾ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നിട്ട് നമുക്ക് തന്നത് എസ് സ്റ്റാർ അതുപോലെ എസ്സും സ്റ്റാർ ഡാഷും ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫൈ ഓഫ് എക്സ് സ്റ്റാർ വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ്. ഇതിൽ ഓപ്പറേഷൻ ഏതാ? സ്റ്റാർ ഡാഷ് ഫൈ ഓഫ് വൈ എന്ന് എഴുതാം. ഇനി ഇവിടെ നമ്മൾ പ്ലസ് ആണെന്ന് വിചാരിക്കൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? പ്ലസ് ഇട്ട് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഏത് ബൈനറി ഓപ്പറേഷനാണോ അവർ തരുന്നത് അതിനനുസരിച്ച് മാറ്റം വരും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പ്രോബ്ലംസ് അടുത്ത പാർട്ട്. ഇപ്പോൾ നമ്മൾ ഏത് പാർട്ട് 4 അല്ലേ കംപ്ലീറ്റ് ചെയ്തത്? ഇനി അടുത്ത പാർട്ട് 5 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസൊക്കെ നന്നായി പഠിച്ചു വയ്ക്കുക. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബൈ.